കളത്രം ഭാഗം 79. നിനക്ക് ലൈറ്റ് ഇട്ടുകൂടെ? അത് പിന്നെ ഫോൺ കയ്യിലുണ്ടല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നത്? പെട്ടെന്ന് നിങ്ങളെ കണ്ടാൽ ഞാൻ പേടിക്കില്ലേ? എനിക്ക് പിന്നിൽ നിങ്ങളെ പ്രതീക്ഷിക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ രണ്ട് ആത്മാക്കളെ കൊണ്ട് വെച്ചേക്കുന്ന വീടാണ്. ചുമ്മാ പേടിപ്പിക്കാതെ പോയേട്ടാ. വെപ്രാളത്തിൽ പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ മുറിയിലേക്ക് പോകാൻ സ്റ്റെപ്പ് കയറിയപ്പോഴാണ് എല്ലാവരും സത്യ കിടക്കുന്ന മുറിയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത്. ഒപ്പം സത്യയുടെ നിലവിളിയും. സത്യ ആ മുറിയിൽ കിടക്കുന്ന കാര്യം തുളസിയും സുരഭിയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സൂരജിന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവൾ താഴേക്ക് മാറിയത്. താഴത്തെ നിലയിൽ വന്ന് അവൻ ശല്യം ചെയ്യില്ലെന്ന വിശ്വാസം. അകത്തു നിന്ന് കുറ്റിയിട്ട വാതിലിൽ സൂരജ് ശക്തിയായി കൊട്ടി. ശബ്ദം കേട്ട് തുളസിയും ഇറങ്ങി വന്നു. എന്താ ഇവിടെ? അവർ ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ എല്ലാവരെയും നോക്കി. ഈ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടു. ഈ മുറിയിലോ? ഭഗവാനെ, സത്യ അതിലല്ലേ? സൂരജിന്റെ കണ്ണുകൾ ചുരുങ്ങി. ഇവിടെയോ? അതെന്താ അവൾ ഇവിടെ? അതേ ചോദ്യം തന്നെയായിരുന്നു കൃഷ്ണയ്ക്കും ഉണ്ടായിരുന്നത്. അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് വിവേകിന്റെ മുഖമാണ്. അവനല്ലേ ഈ വീട് കൃത്യമായിട്ട് അറിയാവുന്നത്. ഇത് അവൻ തന്നെയായിരിക്കും. ഭാര്യ ചെത്തിട്ട് കുറെ കാലം കഴിഞ്ഞില്ലേ? രണ്ടും കൂടിയുള്ള ചേർന്ന് നിൽപ്പ് കണ്ടപ്പോഴേ തോന്നിയതാണ്. അല്ലെങ്കിൽ അവന്റെ കൊച്ചുങ്ങളോട് അവൾക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു അടുപ്പം വരുന്നത്? മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചവിട്ടി തുറക്കാൻ സൂരജ് ശ്രമിക്കുമ്പോൾ അരുൺ വാതിൽ തുറന്നു. അവൻ ഷർട്ട് ധരിച്ചിരുന്നില്ല. കിടക്കയിൽ പേടിച്ചിരുന്ന സത്യ ഒരു പുതപ്പിനുള്ളിൽ മൂടിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന അവിഹിതത്തിനു മുൻപിൽ തുളസിയും കൃഷ്ണയും ഞെട്ടി പരസ്പരം നോക്കി. തന്റെ മുറിയിൽ വന്നത് സൂരജല്ല, മറ്റൊരു വ്യക്തിയാണെന്ന നടുക്കത്തിലായിരുന്നു സത്യ. അവൾക്ക് യാതൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഭയം കൊണ്ട് ഉടൽ വിറച്ചുപോയി. അരുൺ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. കിടക്കയിൽ മൂടി പുതച്ച് ചുരുണ്ടിരിക്കുന്ന പെണ്ണ്. വീറോട് തട്ടി മാറ്റുമ്പോൾ ഭാര്യയുണ്ടായിട്ടും നിങ്ങൾക്ക് അടക്കമില്ലേ സൂരജേട്ട എന്ന് ചോദിച്ചുകൊണ്ട് കൈവീശിയതാണ് അവൻ ഓർമ്മ വന്നത്. സൂരജ് മുഖം ചുളിച്ച് സുരഭിയെ നോക്കി. എത്രയൊക്കെ നിഷേധിച്ചാലും സത്യം അമ്മയും കൃഷ്ണയും തിരിച്ചറിയുമെന്ന് ആ നിമിഷം അവൾ ഭയന്നു. ഞൊടിയിൽ സുരഭി സൂരജിനോട് ചേർന്ന് നിന്നു. വെറുതെ തർക്കിക്കാൻ നിൽക്കേണ്ട സൂരജേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടാണ് മുറിയിൽ കയറിയതെന്ന് അരുൺ പറയും. എനിക്ക് അവനെ പിണക്കാൻ കഴിയില്ല. ഞാനിപ്പോ ദീപാപിള്ളയുടെ കയ്യിലെ കളിക്കോപ്പാണ്. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. മുമ്പൊരിക്കൽ അരുണുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തു വന്ന സൂരജിനോട് സുരഭി ദീപാപിള്ളയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പരസ്പരം കാമം ശമിപ്പിക്കാനുള്ള കണ്ടുമുട്ടലുകളിൽ അവൾ പഴിചാരിയത് അവരെ തന്നെയായിരുന്നു. അരുണിനെ പിണക്കാതെ അവന്റെ നീക്കങ്ങൾ അറിയിക്കണമെന്ന് മാത്രമേ ദീപാപിള്ള പറഞ്ഞിട്ടുള്ളൂ. സുരഭി അവർ പറഞ്ഞതിനേക്കാൾ കുറച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയിരുന്നു. സത്യയും അരുണുമായി ബന്ധമുണ്ടെന്ന മട്ടിൽ കരഞ്ഞുകൊണ്ട് സുരഭി ചിത്രങ്ങൾ നിരത്തുമ്പോൾ കൃഷ്ണയ്ക്കും അത് സുരഭി സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നു. സുരഭിയെ ചതിച്ച് അവൻ സത്യയുമായി അടുത്തതാണെന്ന് അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചെന്ന സംശയത്തോടെ കൃഷ്ണ നിൽക്കുമ്പോൾ സത്യയെ കരിവാരിത്തേക്കാൻ കിട്ടിയ അവസരത്തെ സൂരജ് കൃത്യമായി ഉപയോഗിച്ചു. വീട്ടിൽ തന്നെ വ്യഭിചാരമാണല്ലോടി. ഓ, ഇത് നിന്റെ പേരിൽ കിട്ടിയ വീടല്ലേ, അതുകൊണ്ട് എന്തുമാകാമല്ലോ അല്ലേ? ഇപ്പോ എങ്ങനെയുണ്ട് തള്ളേ? നിങ്ങളുടെ ഗുണം തന്നെ കാണിച്ചില്ലേ? ഇതും നിങ്ങളുടെ അറിവോടെ തന്നെ ആവുമല്ലോ അല്ലേ? മിണ്ടാതെ ഇരിക്കെ സൂരജ്. ഇയാളുമായിട്ടല്ലേ സുരഭിക്ക് ബന്ധമുള്ളത്? അവൾ എന്തോ ചതി കാണിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരഭിയുടെ മുഖത്തെ വിജയഭാവം ഒറ്റ നോട്ടത്തിൽ കൃഷ്ണ തിരിച്ചറിഞ്ഞിരുന്നു. ചിലപ്പോൾ ആ മുറിയിൽ താൻ കാത്തിരിക്കുന്നെന്ന് പറഞ്ഞവൾ അവനെ അങ്ങോട്ട് വിട്ടതാണോ? അതോ മനഃപൂർവ്വം സത്യയുടെ മുറിയിൽ അവനെ കയറ്റി വിട്ടതോ? ആലോചനയോടെ കൃഷ്ണ വീണ്ടും അവനെ തടഞ്ഞു. പിന്നെ ചതി. അങ്ങനെയാണെങ്കിൽ ഇവളിങ്ങനെ മൂടി പൊതിച്ച് മിണ്ടാതെ ഇരിക്കുമോ? സൂരജ് വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ സംസാരിച്ചു. ദേഷ്യം വന്ന സത്യ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. ഉറക്കത്തിൽ ആരോ തന്റെ വായിൽ അമർത്തി ശരീരത്തിൽ കിടന്നതും കഴുത്തിൽ കടിച്ചതും അറിഞ്ഞവൾ കുതറിയ നിമിഷമാണ് ടേബിളിലിരുന്ന ഫ്ലവർ പോട്ട് താഴെ വീണുടഞ്ഞത്. ഭാര്യയുണ്ടായിട്ടും നിങ്ങൾക്ക് അടക്കമില്ലേ സൂരജേട്ട എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നപ്പോഴേക്കും ധരിച്ചിരുന്ന ടോപ്പിൽ പിടി വീണിരുന്നു. നിന്റെ മുറിയിലേക്ക് എന്നെ വിട്ടത് തന്നെ നിന്റെ പഴയ കാമുകരാണടി. സഹകരിച്ചാൽ ഒരു വട്ടം കൊണ്ട് ഞാനങ്ങടങ്ങും, ഇല്ലെങ്കിൽ... അരുൺ ക്രൂരമായി പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് വലിച്ചു കീറിയ നിമിഷമാണ് സത്യ അവനെ വീണ്ടും ശക്തിയായി തട്ടിത്തെറിപ്പിച്ചത്. പ്രതികരിക്കാൻ കഴിയും മുമ്പ് ടോപ്പ് കീറുന്ന ശബ്ദവും അവൾ കേട്ടു.
വെപ്രാളം കൊണ്ട് തട്ടിയെങ്കിലും അത് നല്ല കനത്തിൽ തന്നെ അരുണിന്റെ വയറിന്റെ സൈഡിലേറ്റിരുന്നു. സൂരജാണ് മുന്നിൽ നിൽക്കുന്നതെന്ന ചിന്തയോടെ പ്രതികരിച്ച സത്യ അവന്റെ വെളിപ്പെടുത്തലിൽ നടുങ്ങി. ഒപ്പം വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്ന അവന്റെ ശബ്ദം കേട്ട് ഞെട്ടുകയും ചെയ്തു. ആ ഞെട്ടലിലാണ് അവൾ കയ്യിൽ കിട്ടിയ പുതപ്പ് കൊണ്ട് ശരീരം മൂടിയത്. തന്നെ പൂർണ്ണമായും തകർത്ത് കാൽ കീഴിൽ കിടത്താൻ അവൻ കണ്ട മാർഗമായിരുന്നു ഇതെന്ന പരിഭ്രാന്തി അവളിൽ നിറഞ്ഞു. വാതിൽ തുറന്ന അരുണും അവനു മുന്നിൽ അഭിനയിക്കുന്ന സുരഭിയും സത്യമെന്നത് തിരക്കാതെ അസഭ്യം വിളമ്പുന്ന സൂരജും അവളുടെ രക്തം തിളപ്പിച്ചു. എന്നെ നാണം കെടുത്താൻ നീയാണ് ഇങ്ങനെ ഒരാളെ എൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതെങ്കിൽ സത്യം നിങ്ങളെ വെറുതെ വിടില്ല സൂരജേട്ടാ. ഇതുവരെ എന്നോട് കാണിച്ചതുപോലെയല്ല ഇനി അങ്ങോട്ട്. സത്യയുടെ ദേഷ്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ മാറിയ നിമിഷം അരുൺ പരിചയമുള്ളതുപോലെ അടുക്കള വഴി ഓടിയിരുന്നു. ആഹാ, നിന്റെ ഒളിസേവക്കാരൻ ഓടിയല്ലോ. അവനിവിടെ നല്ല പരിചയമാണ് അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാ ഇത്ര കൃത്യമായി ഓടുന്നത്? മുകളിലെ മുറിയിൽ നിന്ന് നീ എന്താടി ഇവിടെ? കൂടെ കിടക്കാൻ ഒരുത്തനെ കണ്ടുപിടിച്ച് അതാരും അറിയാതെ നടത്തിക്കൊണ്ടു പോകാനല്ലേ സ്വന്തം മുറി വിട്ട് നീ ഇവിടെ കിടന്നത്? ഇതാവുമ്പോൾ വന്നവൻ ഇറങ്ങി ഓടാൻ സൗകര്യമല്ലേ? പറയടി, അതുകൊണ്ടല്ലേ നീ ഇവിടെ കിടക്കുന്നത്? അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മുരണ്ടു. അതുകൊണ്ട് മാത്രമല്ലടാ, വേറെ എന്താണെന്ന് അറിയണോ നിനക്ക്? നിന്നെ പേടിച്ചിട്ടില്ല, നിന്റെ ഭാര്യ എന്റെ പേരിൽ കരയരുതെന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. ഭാര്യ കാണാതെ പകൽ സമയങ്ങളിൽ മുട്ടാനും ഉരുമാനും വരുന്ന നീ പാതിരാത്രിയിൽ വരില്ലെന്ന് എന്താ ഉറപ്പ്? കൃഷ്ണ സത്യയുടെ വാക്കുകളിൽ നടുങ്ങി. അവൾ വെപ്രാളത്തോടെ സൂരജിനെ നോക്കി. എന്താ സൂരജേട്ടാ സത്യ പറയുന്നത്? അതുവരെ നിശബ്ദയായി നിന്ന തുളസി ശോഭയിലേക്കിരുന്നു. രാത്രിയിൽ ഇവിടെ വന്നു പോകാൻ ധൈര്യം കാണിച്ചൊരുവനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവരുടെ ഉടൽ വിറച്ചു. അതിനേക്കാൾ സത്യ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അവരിൽ വീണ്ടും അവളുടെ ജീവിതം ചോദ്യചിഹ്നമായി. സത്യയെ തന്റെ കാൽ കീഴിൽ കിടത്താൻ സൂരജ് കണ്ട വൃത്തികെട്ട കളിയാണോ ഇതെന്ന് അവർ ഭയത്തോടെ ചിന്തിച്ചു. സുരഭി രണ്ട് കൈകളിലെയും നഖങ്ങൾ തമ്മിൽ ഉരസി ചിരിയോടെയിരുന്നു. ഇത്ര പെട്ടെന്നൊന്നും ഒരു പൊട്ടിത്തെറി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സൂരജ് എന്തോ ആണെന്നുള്ള കൃഷ്ണയുടെ ഭാവവും അവളുടെ ആത്മാർത്ഥ പ്രണയവും തകരുന്നത് സുരഭി ചിരിയോടെ നോക്കി നിന്നു. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഒന്ന് തകർന്നെങ്കിലും സത്യ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വസ്ത്രം മാറി. ഭാഗികമായി കീറിയ തന്റെ ടോപ്പിൽ അവൾ കുറെ നേരം നോക്കിയിരുന്നു പോയി. മനസ്സിൽ താൻ ഒറ്റയ്ക്കാണെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു. കൃഷ്ണയെ മറച്ച് ഇനിയൊരു രഹസ്യവും നിലനിൽക്കില്ലെന്ന ബോധം കൊണ്ട് അവൻ അവൾക്ക് മുഖം നൽകാതെ പുറത്തേക്ക് പോയി. കാര്യങ്ങൾ അറിയുമ്പോൾ അവളുടെ പെട്ടെന്നുള്ള പ്രതികരണം ഒഴിവാക്കാൻ അവൻ കണ്ട വഴിയായിരുന്നു ആ ഇറങ്ങിപ്പോക്ക്. കൃഷ്ണ തുളസിയുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. എന്നെ അമ്മ സ്വന്തം മകളായി ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പറയണം. അവർ അവളുടെ സംസാരത്തിൽ പകച്ചു. അത് മകന്റെ ജീവിതം തകരുമോ എന്നുള്ള ഭയമായിരുന്നില്ല, മറിച്ച് അവനെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരുവളുടെ തകർച്ചയെ കൺമുന്നിൽ കാണാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു. നീ എത്ര കെഞ്ചിയാലും അമ്മ പറയാൻ പോകുന്നില്ല കൃഷ്ണേ. അല്ലെങ്കിലും ഇത് നിന്നോട് ഞാൻ പറയാൻ തന്നെ കരുതി വെച്ചതാ. നീ കരുതും പോലെ ഏട്ടനും സത്യയും തമ്മിലുള്ള ബന്ധം വെറും വാക്കിൽ പറഞ്ഞു കളഞ്ഞ വിവാഹാലോചനയല്ല. നല്ല ഒന്നാന്തരം കിടപ്പറ ബന്ധമാണ്. അതും അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ട് കഴിപ്പും കിടപ്പും ഒന്നിച്ചായിരുന്നു. എത്ര ഗർഭം കലക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവൾക്ക് പോലും അറിയില്ലായിരിക്കും. സത്യ പടികളിറങ്ങി വരുമ്പോൾ കേൾക്കുന്നത് ആ വാക്കുകളാണ്. എതിർക്കാൻ കഴിയാതെ അവളുടെ കാലുകൾ ഉറച്ചുപോയി. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ തുളസിയുടെ തുടയിൽ പിടിച്ചുലച്ചു. തുളസി അവൾക്ക് നൽകാൻ മറുപടിയില്ലാതെ നിറഞ്ഞ കണ്ണുകൾ അമർത്തിയടച്ചു. ശത്രുക്കളെ ഒന്നാകെ തകർത്ത ആഹ്ലാദത്തിൽ സുരഭി മുറിയിലേക്ക് പോകുമ്പോൾ ഹാളിലേക്ക് ഇറങ്ങാൻ മടിച്ച് പടിയിൽ തന്നെ നിന്ന സത്യയെ കൃഷ്ണ വലിച്ചു ഹാളിലേക്കിട്ടു. നീ പറ സത്യ, സുരഭി പറഞ്ഞിട്ട് പോയതൊക്കെ അവളുടെ മനസ്സിലെ വൃത്തികെട്ട ചിന്തകളായിരുന്നെന്ന്. സത്യ ഒരു നിമിഷം തകർന്നു നിൽക്കുന്ന കൃഷ്ണയെ നോക്കി നിന്നു. വീണ്ടും കള്ളങ്ങൾ പടുത്തുയർത്തി കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നതിനേക്കാൾ എല്ലാം അറിഞ്ഞുകൊണ്ട് കൃഷ്ണ മുന്നോട്ട് പോകട്ടെ എന്ന് അവളും കരുതി. സുരഭി ചേച്ചി പറഞ്ഞതിൽ പൂർണ്ണമായും സത്യമില്ലെങ്കിലും ഭാഗികമായി ശരിയാണ്. ചെറിയ പ്രായം മുതൽ സൂര്യചേട്ടൻ എൻ്റെയും ഞാൻ സൂര്യചേട്ടൻ്റെയുമാണെന്ന് പറഞ്ഞു വളർന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാ അതിരുകളെയും ഭേദിച്ചിരുന്നു. സൂര്യചേട്ടൻ്റെ പിടിവാശികൾ മൂലം ഞങ്ങളുടെ ബന്ധത്തിൽ ഞാൻ ശ്വാസം മുട്ടി. ഒരു വ്യക്തിത്വം പോലും ഇല്ലാത്ത രീതിയിൽ സൂര്യചേട്ടൻ്റെ കയ്യിലെ കളിക്കോപ്പായി മാറി. വൈകിയാണെങ്കിലും തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ ഇറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ സൂര്യചേട്ടനെ തിരുത്തി
ഞാനെന്ന വ്യക്തിയെ കൂടി അംഗീകരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പൊള്ളലുകൊണ്ട് ഞാനൊരു വികൃത രൂപത്തിലേക്ക് മാറുമ്പോൾ കരുണയും സ്നേഹവും പ്രണയവും മാറി അറപ്പ് നിറയുന്നത് കണ്ടു. അപ്പോഴും ഇരുട്ടിൻ്റെ മറവിൽ എൻ്റെ ശരീരത്തോട് താല്പര്യം കാട്ടി. അന്ന് സത്യ പൂർണ്ണമായും സൂരജ് എന്ന വ്യക്തിയെ വെറുത്തതാണ്. വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്കിനി അയാളെ വേണ്ട. പിന്നെ വയറ്റിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്ന പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിലൊക്കെ എന്നേക്കാൾ ശ്രദ്ധ സൂരജേട്ടനുണ്ടായിരുന്നു. അന്ന് സത്യ പൊട്ടിയായി നിന്നുകൊടുത്തു. ഇനി എന്നെ ഒന്നിനും കിട്ടില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും വെച്ച് എന്നെ എന്തൊക്കെയോ ചെയ്യാമെന്ന ഭാവമുണ്ട് സൂരജേട്ടന്. അതൊക്കെ പുറത്തോട്ട് വിട്ടാൽ സാധാരണ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരിക്കും. എന്നാലും ഞാനിനി അയാൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കില്ല. ജീവനുണ്ടോയെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ നിൽക്കുന്ന കൃഷ്ണയെ ഒന്ന് നോക്കിയ ശേഷം സത്യ മുറിയിലേക്ക് നടന്നു. ഹാളിൽ തുളസിയും കൃഷ്ണയും മാത്രം അവശേഷിച്ചു. വിതുമ്പി കരഞ്ഞുകൊണ്ട് തുടങ്ങിയവൾക്ക് തുളസി താങ്ങായി തൻ്റെ മടിത്തട്ടിൽ അഭയം നൽകി. തുടരും.